ഹലോ, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ സിമ്പിളായിട്ട് കുറഞ്ഞ സമയത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമ്മളിത് ക്യാരറ്റ് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ആദ്യത്തെ ഈ ചാനൽ വന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ ആദ്യം തന്നെ ഇതുണ്ടാക്കാനായിട്ട് ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ നെയ്യ് എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് 2 മീഡിയം സൈസുള്ള ക്യാരറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 ക്യാരറ്റ് തന്നെ ധാരാളമാണ്. ഒരുപാട് വലുപ്പമൊക്കെ ഉള്ളതാണെങ്കിൽ 1.5 എടുത്താൽ മതി. അപ്പോൾ ഇനി നമ്മളിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. കാരണം ആ ഒരു ക്യാരറ്റിൻ്റെ പച്ചച്ചോവ ഉണ്ടെങ്കിൽ ഇത് കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഒരു 10-12 മിനിറ്റോളം നമ്മൾ നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കണം. ക്യാരറ്റ് നല്ലപോലെ ചുരുങ്ങിയിട്ട് ആ ഒരു ചെറിയ സൈസിലേക്ക് മാറണം. അപ്പോൾ കുറച്ച് സമയം എടുത്ത് നമുക്കിതൊന്ന് ചെയ്തെടുക്കാം. അപ്പോൾ അത്യാവശ്യം ഒന്ന് ക്യാരറ്റ് ഒന്ന് ചുരുങ്ങി വരുന്ന സമയത്ത് നമുക്ക് ഇതിനകത്തോട്ട് 1/2 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം. ഫ്രഷ് ആയിട്ട് നമ്മൾ ഗ്രേറ്റ് ചെയ്തിട്ടുള്ള തേങ്ങയാണ് കേട്ടോ. അപ്പോൾ തേങ്ങയും കൂടി ചേർത്തിട്ട് നല്ലൊരു മണം വരുന്നത് വരെ നമുക്കൊരു 5-6 മിനിറ്റും കൂടെ ഒന്ന് വേവിച്ചെടുത്താൽ മതി. അപ്പോൾ തേങ്ങയും ക്യാരറ്റും ഒക്കെ കൂടെ വരുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ നല്ല പോലെ നമ്മളിത് ഒന്ന് വഴറ്റി ഒന്ന് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് പഞ്ചസാരയൊക്കെ ചേർത്ത് കൊടുക്കണം. നമ്മൾ ഇതെല്ലാം കഴിഞ്ഞ് ഏറ്റവും അവസാനമാണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത്, ആദ്യമേ ചേർത്ത് കൊടുക്കണ്ട. അപ്പോൾ ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് 2.5 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ്. നമുക്ക് ബാക്കി മുട്ട വരുന്ന സമയത്ത് ആ മുട്ടയിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ കുറച്ച് കൂടുതൽ മധുരം വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇത് അധികം മധുരമൊന്നും ഉണ്ടാവില്ല, ഞാൻ കുറച്ച് ഇട്ടിട്ടുള്ളൂ. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഏലക്കപ്പൊടി ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ആ ഒരു പഞ്ചസാര നന്നായിട്ട് മെൽറ്റായി ഇതിലിങ്ങനെ പിടിക്കുന്ന സമയം വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. 1-2 മിനിറ്റ് മതി. ഇപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്, നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമ്മളിത് ഒരു ബൗളിലേക്ക് 4 മുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 4 മുട്ട, നിങ്ങൾക്ക് 5 മുട്ട എത്ര വെച്ചിട്ട് വേണമെങ്കിലും ചെയ്യാം. 4 മുട്ടയൊക്കെ വെച്ച് ചെയ്യുമ്പോൾ ഒരു ചെറിയൊരു പോളയായിട്ട് നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മുട്ടയുടെ മഞ്ഞയും വെള്ളയൊക്കെ സെപ്പറേറ്റ് കാണാത്ത രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഇതിനകത്തോട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ്. ഞാനിവിടെ 3 ടേബിൾ സ്പൂണും കൂടെ പഞ്ചസാര ചേർക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഒരുപാട് മധുരം ഉണ്ടാവില്ല, നിങ്ങൾക്ക് നല്ല മധുരത്തിലാണ് കഴിക്കാൻ ഇഷ്ടമെങ്കിൽ നോക്കിയിട്ട് നിങ്ങൾ കുറച്ചുകൂടെ ചേർത്ത് കൊടുത്തോളൂ. അപ്പോൾ പഞ്ചസാര നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം പിന്നെ നമ്മൾ ഇതിനകത്തോട്ട് ആ ക്യാരറ്റും തേങ്ങയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുകയാണ്. ഞാനിതിൽ അണ്ടിപ്പരിപ്പ് മുന്തിരി ഒന്നും ചേർത്തിട്ടില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം, നിർബന്ധമൊന്നുമില്ല. അപ്പോൾ നല്ലപോലെ ഇനി നമുക്ക് മിക്സ് ചെയ്തിട്ട് ആ ക്യാരറ്റ് മുട്ടയിൽ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കണം. ഇപ്പോൾ ഇത് അത്യാവശ്യം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്, ഇത്രയും തന്നെ മതി. ഇത് നിങ്ങൾക്ക് ഫ്രൈ പാനിൽ വേണമെങ്കിൽ ചെയ്തെടുക്കാം, അതുപോലെ തന്നെ സോസ് പാനിലൊക്കെ ചെയ്തെടുക്കാം. ഞാൻ കുറച്ചും കൂടി ഒന്ന് പൊക്കം കിട്ടാനായിട്ട് ഇതുപോലൊരു സോസ് പാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് നെയ്യൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് നമ്മൾ നെയ്യ് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഇതിനകത്തോട്ട് ഇത് ഫുള്ളായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ മേലെ നിങ്ങൾക്ക് വേണമെങ്കിൽ നട്ട്സൊക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുന്നുണ്ട് സ്പൂൺ വെച്ചിട്ട്. അപ്പോൾ ഇനി നമുക്കിത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ എൻ്റെ നല്ല അടി കട്ടിയുള്ള പാൻ ആയതുകൊണ്ട് ഞാൻ അടിയിൽ തവയൊന്നും വെച്ചിട്ടില്ല. നിങ്ങളുടെ കയ്യിലുള്ള പാൻ അത്ര കട്ടിയില്ലാത്തതാണെങ്കിൽ അടിയിലൊരു തവ വെച്ചിട്ട് അത് ചൂടാകുമ്പോൾ വേണം ഇത് വെച്ച് കൊടുക്കാനായിട്ട്. പിന്നെ ഇതിനെന്തെങ്കിലും ഹോൾ ഉണ്ടെങ്കിൽ അത് നമ്മളൊരു പേപ്പർ വെച്ചൊന്ന് അടച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഒരുപാട് നേരമൊന്നും വേവിക്കേണ്ട, ഏകദേശം ഒരു 10-12 മിനിറ്റ് എനിക്ക് എടുത്തിട്ടുള്ളൂ വേവാനായിട്ട്. പിന്നെ നിങ്ങൾ എടുക്കുന്ന സോസ് പാനിൻ്റെ വലുപ്പത്തിനനുസരിച്ചിരിക്കും ഇതിൻ്റെ ആ ഒരു വേവ് എന്ന് പറയുന്നത്. ജസ്റ്റ് ഒന്ന് എന്തെങ്കിലും ഒരു ടൂത്ത് പിക്ക് എന്തെങ്കിലും വെച്ചൊന്ന് കുത്തി നോക്കിയാൽ മതി, അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇനി നമുക്ക് ചൂടാറുന്ന സമയത്ത് ഇതെടുത്തിട്ട് സെർവ് ചെയ്യാം. കട്ട് ചെയ്ത് ഇഷ്ടമുള്ള ഷേപ്പിലാക്കിയിട്ട് നമുക്ക് സെർവ് ചെയ്യാം കേട്ടോ. നല്ല ടേസ്റ്റിയാണ്, എന്തായാലും ഇഷ്ടമാവും. മധുരം കഴിക്കാൻ ഇഷ്ടമുള്ളവർ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരറ്റ് കോക്കനട്ട് പോളയാണ്. അപ്പോൾ നോമ്പിന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ദിയാൻസ് kannur കിച്ചൺ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ല് ക്ലിക്ക് ചെയ്തിട്ട് ഓളോട് ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് ഇടുന്ന സമയത്ത് നോട്ടിഫിക്കേഷൻ വരുള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.